അടുത്ത അവതരണം 5 വക്ത് ഫർദ് നമസ്കാരങ്ങൾ ജമാഅത്ത് കിട്ടിയാൽ ആവർത്തിക്കൽ സുന്നത്താണ്. ഒരിക്കൽ കൂടി എന്ന് വെട്ടി തെളിയിക്കുന്നത്. സുന്നത്ത് നമസ്കാരങ്ങൾ പൊതുവെ ആവർത്തിക്കൽ സുന്നത്തില്ല. ആവർത്തിച്ചാൽ ശൂന്യമാണ്. ഇമാമും ജമാഅത്ത് സുന്നത്തുള്ള നമസ്കാരം ഒഴികെ, തറാവീഹ് പോലെ, ഈദ് പോലെ, കുസൂഫ് പോലെ ആവർത്തനം എത്രയേ പറ്റുള്ളൂ? ഒരിക്കൽ കൂടി. ഇപ്പോൾ ടോട്ടൽ 2. പക്ഷേ അതിൽ നിന്ന് ഒഴിവാക്കണം മഴയെ തേടുന്ന നമസ്കാരം. അവിടെ ഇയാദത്ത് എത്ര വേണമെങ്കിലും ആക്കാം. മഴയെ തേടി അങ്ങനെ ഇസ്തിസ്കാ നടത്തി, വീണ്ടും നടത്തി, മഴ കിട്ടിയില്ല, ഇനിയും നടത്തിക്കൂടെ? അവിടെ ഇയാദത്തിന് അറ്റമില്ല. ബാക്കി 5 വക്ത് നമസ്കാരങ്ങളുള്ള ഫർദ് നമസ്കാരങ്ങൾ ആവർത്തിക്കുന്നതിൽ എത്രയേ പറ്റുള്ളൂ? ഒരാവർത്തനം. ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരത്തിലും എത്രയേ പറ്റുള്ളൂ? ഒരാവർത്തനം. പ്രത്യേകം സുന്നത്താണ്. അപ്പം അതിൻ്റെ നിബന്ധനകളും കണക്കുകളും എല്ലാം ബയാൻ ചെയ്യുന്നുണ്ട്. വൈസന്നു സുന്നത്താക്കപ്പെടും. ലിൽ മുസല്ലി നമസ്കരിച്ചവന്, ഫർള് നമസ്കരിച്ചവന്, മുഅദ്ദൻ അതായിട്ട്, ഖളാഇന് ആവർത്തനമില്ല. അപ്പൊ 2 കൈതാട് തന്നെ കിട്ടി. ഫർളായിരിക്കണം. അതിന്റെ എത്ര സ്ഥലം പറയും? മുഅദ്ദയായിരിക്കണം. ഖളാഇന് എന്തില്ല? ഗൈറൽ മൻദൂറ. ഫർള് എന്ന് പറഞ്ഞതിന് അതിലും പൊട്ടില്ലേ? മൻദൂറത്തല്ലാത്തത്. മൻദൂറത്തിന് ആവർത്തിക്കാൻ അവകാശമില്ല. അതെ, അവിടെ ആവർത്തിക്കുന്നതിനെന്തേ? ലിമാ മർറ ഫീഹാ 2-ാം ജുസിയിൽ 247 പറഞ്ഞിട്ടുണ്ട് ജമാഅത്ത് സുന്നത്തില്ല എന്ന്. പിന്നെ ഇങ്ങനെ ആവർത്തിക്കൽ മൻദൂറത്തിന് 247 നസാക്കി പറഞ്ഞില്ലല്ലോ. 5 വക്ത് നമസ്കാരങ്ങൾക്കാണ് ജമാഅത്ത്. ജമാഅത്ത് ഉണ്ടെങ്കിലല്ലേ ഇവിടെ ഇയാദത്തുള്ളൂ. അപ്പോൾ അവിടെ കണക്ക് കഴിച്ച് പറഞ്ഞിട്ടുണ്ട്. മൻദൂറത്തിന് എന്തില്ല? സുന്നത്തില്ല. പക്ഷെ ഇതേത് മൻദൂറത്താ പറഞ്ഞത്? ആദ്യേ ജമാഅത്ത് സുന്നത്തില്ലാത്ത കാര്യം മൻദൂറത്താക്കിയത്. ഉദാഹരണം റവാത്തിബ് നമസ്കാരം, ദുഹാ നമസ്കാരം ഫർളാക്കി. അപ്പൊ ഫർള് എന്ന പേര് കിട്ടി. ആവർത്തിക്കാൻ അധികാരം ഉണ്ടാ. അതേ സമയത്ത് മുമ്പ് തന്നെ അവൻ പെരുന്നാൾ നമസ്കാരമാണ് നേർച്ചയാക്കിയത് എങ്കിൽ അവിടെ ഇയാദത്ത് സുന്നത്തായി വരില്ലേ? നേർച്ചയാക്കിയ വകയിൽ പെരുന്നാൾ നമസ്കാരം ഫർളായി. അവിടെ ഇയാദത്ത് സുന്നത്തും വരൂലേ? പണ്ടേ ഉള്ള സുന്നത്ത് നീപ്പൊക്കെ നേർച്ചയാക്കി എന്ന വകയിൽ. അപ്പൊ ഈ മൻദൂറത്ത് ഏത് മൻദൂറത്താ? അസ്ലിയായ രൂപത്തിൽ എന്ത് സുന്നത്തില്ലാത്തത്? വഗൈറ സലാത്തിൽ ഖൗഫി, ഏതൊഴികെയും സലാത്തുൽ ഖൗഫ് ഇല്ലില്ല. അല്ല, അതിന്റെ ഷർത്തല്ല ഇത്രയും പറയുന്നുണ്ട്. ഒന്നുമില്ല. 2ാമത്തെ ജമാഅത്ത് വേണം എന്ന് മാത്രം. ഒന്നുമില്ല. ചെറുതെന്ന് പറഞ്ഞാൽ എത്രയോ ചെറുത്. ആദ്യം നമസ്കരിച്ചത് 10,000, വയ്യുള്ളത് 2 ആള്. എന്നാലും ശരി, ആദ്യമുള്ളവനെ കാണെ മോശപ്പെട്ടവനാണ് വയ്യുള്ളത്. ഒന്നും നോക്കൂല. ഒരിക്കൽ കൂടി ചെയ്യാൻ എന്തുണ്ട്? സിദ്ദത്തുൽ ഖൗഫ്, സലാത്തുൽ ഖൗഫ് ഒഴികെ അവിടെ ആവർത്തനത്തിന്റെ അധികാരം കൊടുക്കൂല. പക്ഷേ ആവർത്തനം കൊടുക്കൂല എന്ന് പറഞ്ഞാൽ അവിടെ സൂക്ഷിക്കാറുണ്ട്. മുബത്തിന് പൊറുക്കേണ്ടി വരുന്നുണ്ട് പോലും. മുബത്തിനോടുകൂടിയല്ലേ ചെയ്യുന്നത്. പിന്നെ ആവർത്തിച്ചിട്ട് എന്ത് കാര്യം? ആവർത്തിക്കാൻ അവന് അനുവാദം കൊടുക്കരുത് പോലും. ഒരിക്കൽ ചെയ്യാനേ കൊടുക്കാവൂ.
അതിൽ നിന്നൊരു മസ്തല പിടിച്ചെടുക്കാനുണ്ട്. സിദ്ധത്തുൽ ഖൗഫിന്റെ നേരത്തെ നമസ്കരിച്ചത് അമ്മിന്റെ നേരത്താണോ അവൻ എന്താക്കുന്നു? ഇയാത്താക്കുന്നു. എന്നാലോ സുന്നത്ത് വരൂ ഇവിടെ ഇല്ലത്ത് പറയുന്ന നോക്ക്. വഗൈറ സലാത്തുൽ ഖൗഫി ഔ സിദ്ദത്തിഹി അലൽ ഔജഹി. ഔജഹ് അനുസരിച്ച് സലാത്തുൽ ഖൗഫിനോ സലാത്തു സിദ്ദത്തുൽ ഖൗഫിനോ എന്തില്ല? ഇയാദത്തില്ല. എന്തേ? ആ നമസ്കാരത്തിൽ മുബത്തിൽ പൊറുക്കപ്പെട്ടത് അത്യാവശ്യം കൊണ്ടാണ്. ആ മുബത്തിൽ ഇനി എന്തിനാ നമ്മൾ പൊറുക്കുന്നത്? നജാസത്ത് ചവിട്ടിയതും സഞ്ചരിച്ചതും പല മുബത്തിലാത്തും ചെയ്തിട്ടുണ്ട്. അതെല്ലാം മാപ്പ് ചെയ്യപ്പെട്ടത് ലറൂറത്ത് പരിഗണിച്ചിട്ടാണ്. ഇനി എന്തിനാ മാപ്പ് കൊടുക്കുന്നത്? ഫലായുക്കറൂൻ. ഇപ്പം എന്ത് പറ്റൂല? അപ്പൊ അതിൽ നിന്ന് എന്താ പഠിക്കേണ്ടത്? സലാത്തുൽ ഖൗഫ് സലാത്തു സിദ്ദത്തുൽ ഖൗഫ് ഹാലത്തുൽ ഖൗഫിൽ ആവർത്തിക്കുമ്പോൾ എന്തില്ല? കാരണം ഇനിയും മുബ്തിലാത്ത് നടത്തിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് കിട്ടുന്നത് ഇങ്ങനെയല്ലേ മസല. സലാത്തുൽ ഖൗഫ് നമസ്കരിച്ച് വലിയ നല്ല ശാന്തസുന്ദരമായ ഒരു അവസരം കിട്ടി. ഇമാമും ജമാഅത്തും ഉണ്ട്. മുബത്തിലൊന്നും ഇനി ഉപയോഗിക്കൂല. എന്നാല് സുന്നത്ത് തന്നെയല്ലേ? ജനാസ നമസ്കാരത്തിൽ എന്ത് കൊടുക്കലില്ല? ഇയാദത്തില്ല. അതിനെ പറ്റിയാണ് പഠിക്കേണ്ടത്. ജനാസ നമസ്കാരത്തിന്റെ നിയമങ്ങൾ ആവർത്തിച്ചാൽ എന്ത് ഇത് എല്ലാം പഠിച്ചു വെക്കേണ്ടത്. ജനാസ മയ്യിത്ത് നമസ്കാരത്തിൽ അല്ല മയ്യിത്ത് നമസ്കാരം അടക്കി നമസ്കരിക്കുന്നതിൻ്റെ വിധികൾ വിവരിക്കാമോ? കേക്ക് നല്ല ചെത്തിക്കോരിയിട്ടുണ്ടാവും. ഒറ്റയ്ക്കോ ജമാഅത്തായോ ഒരിക്കൽ ജനാസ നമസ്കരിച്ചവൻ അത് ഒരിക്കലും ഒരു കാരണവശാലും മടക്കി നമസ്കരിക്കാതിരിക്കലാണ് സുന്നത്ത്. എങ്കിലും മയ്യിത്ത് നമസ്കാരം കേവലം പ്രാർത്ഥന മാത്രം ആയതിനാൽ എത്ര തവണ ആവർത്തിച്ച് നമസ്കരിച്ചാലും സാധുവാണ്, സുന്നത്തായി ഗണിക്കപ്പെടും. 391 192 രണ്ടാം ജുസ് 261 262 അസ്നൽ മത്താലിബ് ഇതേപോലെ ഉണ്ട്. ഇബ്നു ഖാസിം ഷർവാനി എല്ലാം പറയും കൂട്ടും എന്ന് പറഞ്ഞാൽ സാധാരണ നല്ലത് ഇങ്ങനെ വരുന്നുണ്ട്. നിസ്കരിച്ചാൽ ഉപേക്ഷിക്കല്, നിസ്കരിച്ചാൽ വെറുതെ ആക്കൂല. സുന്നത്തിന്റെ കൂലി എന്ന് പറഞ്ഞാൽ യാദത്തിന്റെ കൂലിയല്ല. യാസീനല്ലോ ദുആ ചെയ്ത പോലെ അല്ലാഹു ഗഫിർ ലഹു എന്ന് മയ്യിത്തിനോട് പറഞ്ഞില്ലേ, ആ റാങ്കാ കിട്ടല്. നിസ്കരിക്കാൻ എടുക്കല് നമ്മങ്ങനെ കിട്ടിക്കണ്ടില്ല. കാരണം മയ്യിത്ത് നമസ്കാരം ഉള്ളതിൻ്റെ മേലെ മാത്രം ഇഖ്തിസാറാക്കല സുന്നത്ത്. പക്ഷെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ആവർത്തിക്കേണ്ടി വരും പോലും. ഇതുപോലെ നമ്മൾ നിസ്കരിച്ചെങ്കിലേ മറ്റുള്ള ആളും ഈ മയ്യത്തിന് നമസ്കരിക്കുള്ളൂ എന്ന് കണ്ടാൽ അതാവർത്തിക്കേണ്ടി വരും ആയതായ കാരണം കൊണ്ട്. ജനാസ വളരെ ചുരുങ്ങിയ രൂപത്തിലെങ്കിലും ജനാസ വീട്ടിൽ കഴിഞ്ഞാൽ ഇനി ആവർത്തിക്കാണ്ടിക്കൽ പ്രത്യേകം സുന്നത്താണ്. ഞാൻ അതാ മടക്കിയാൽ സഹിയാകും. അപ്പൊ ഇത് സാധാരണ നിയമത്തിൽ നിന്ന് പുറത്താണ്. സാധാരണ നിയമത്തിൽ നിന്ന് പുറത്ത് എന്തായി? സവാബുൽ നഫില് കിട്ടും, സവാബുൽ ഇയാദത്ത് പൂർത്തീകരിച്ച് കിട്ടൂല. കാരണം അങ്ങനെ തൊലവില്ലല്ലോ. സവാബുൽ നഫില് കിട്ടും. ഈ ചെയ്തതിന്റെ പണി ഫാത്തിഹ തക്ബീർ ചൊല്ലി ഇസ്തിഗ്ഫാർ നടത്തി സലാം വീട്ടി അതിൻ്റെ എല്ലാം കൂലി കിട്ടും. സലാത്തുൽ ഇയാദത്തിന്റെ അക്മലായ കിട്ടോ? ഇല്ല. അവനെ സംബന്ധിച്ചോളം വേണ്ട, ചെയ്യാതിരിക്കലല്ലേ നല്ലത്. കമാഫിൽ മജ്മൂഇ വകാന വജ്ഹു ഖുറൂജിഹാ അന്ന ളായിദിഹാ. ഇത് പുറപ്പെടാനുള്ള ന്യായം ഇതിന് തുല്യമായ മറ്റു മസല തൊട്ട്. എന്താ ഇതിന് തുല്യമായ മസല? തലവില്ലാത്ത ചെയ്താൽ മർദൂദാണ്. അതല്ലേ നളായിദ് എല്ലായിടത്തും പറഞ്ഞ മസല എന്താ? ആ നളായിദ്
മടക്കി നമസ്കരിക്കൽ തേടപ്പെട്ടതല്ലെങ്കിൽ അപ്പൊ മാത്രം മർദൂതുമാകണം. അതിൽ നിന്ന് ഇത് മാത്രം എന്തായിപ്പോയി? ഇത് മൊത്തലുമാണോ ജനാദ നമസ്കാരം? എന്നിട്ട് യാദത്താക്കിയാൽ ചെയ്യുന്തോറും എന്താകുന്നുണ്ട്? നിയമം അനുസരിച്ച് എന്താ വരേണ്ടത്? ആവാതിരിക്കേ വേണ്ടത്. പിന്നെന്താ ജനാസയിൽ ഈ രൂപത്തിലായിപ്പോയത്? മയ്യത്തിന് എന്തെങ്കിലും കിട്ടുന്നതായിക്കോട്ടെ. അതുകൊണ്ട് ഇവിടെ മാത്രം ഒരു ഇസ്തിസ്ന നൽകിയതാണ് നിയമത്തിൽ നിന്ന് ആകുന്നതായിക്കോട്ടെ. എന്താ മയ്യത്തിന്റെ നഫ്കൂടെ പരിഗണിക്കേണ്ട ആവശ്യം? അവൻ അത്യാവശ്യക്കാരനായതുകൊണ്ട് ആരാൻ്റെ പക്കലിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് വേണ്ടേ അവനിക്ക് പുലരാൻ? അവന്റെ കാലാവധി തീർന്നില്ലേ? അതുകൊണ്ട് മറ്റുള്ളവരെക്കാളും ഇനി രണ്ടാമത്തെ പ്രയോഗം എന്താ? കസറാക്കപ്പെട്ട നമസ്കാരം അങ്ങനെ ഉണ്ടാ? സമയം കുറവായത് കൊണ്ടാ കസറാക്കിനി? അങ്ങനെ ചില ആൾ ചിന്തിക്കുന്നു. എന്നാ പണ്ടെന്നെ നാലാക്കൂലേ? താമ് വേറെ കസറ് വേറെ അല്ലേ? കസറാക്കിയ നമസ്കാരം ആവർത്തിച്ചൂടെ? അവിടെ ശ്രദ്ധിക്കാനുള്ളത് കസറാക്കിയ നമസ്കാരം ആവർത്തിക്കുമ്പോൾ കസറാക്കിയിട്ട് തന്നെ ആവർത്തിക്കണമെന്ന് അങ്ങനെ ഉണ്ടാ? അതുമില്ല. എങ്ങനെ തന്നെ പറ്റൂ. കസറാക്കേണ്ട ചാൻസ് ഉണ്ടെങ്കിൽ പറ്റൂ. ഉണ്ടെങ്കിൽ കസറാക്കിക്കൊണ്ടേ ആവർത്തിക്കാവൂ എന്നൊരു ശക്തിയുണ്ടോ? മോഡല് മാറി. സഫറൻ എന്താ? യാത്രയിൽ തന്നെ എന്താക്കി? അത് സഫറിൽ താമാക്കിന്ന് ഇങ്ങനെ പറഞ്ഞ അല്ല, കസറാക്കാൻ ചാൻസ് കിട്ടിയിട്ട് പോലും കസറ് മുടക്കിയിട്ട് ഓൻ താമായി നമസ്കരിച്ച് കളഞ്ഞു. എന്നാൽ പോലും പറ്റും പറഞ്ഞ മനസ്സിലാക്കി. കസറാക്കപ്പെട്ട നമസ്കാരം എങ്ങനെയും മടക്കാന്നാണ്. അങ്ങനത്തെ ഒരു നിയമമൊന്നുമില്ല. ഇവിടെ എന്താ കടന്നു പറഞ്ഞത്? താമത്തൻ സഫറൻ സഫറിലോ സഫറല്ലാതെ നേരത്തോ അവനെന്താക്കി? താമായിട്ട് യാദത്താക്കി. എന്നാലും പറ്റുമോ? അളവിൽ മാറ്റം വന്നല്ലോ. അവിടെ വയതൈക്കാമത്തിയിൽ അത്ഭുതമില്ല. എനിക്ക് ആവർത്തിക്കും എങ്ങനെ കഴിയുള്ളൂ? ആടെ അതിശയമൊന്നുമില്ല. പിന്നെ അവിടെ അതിശയം അവിടെ സഫറൻ അൽഫുടണം. താമത്തൻ സഫറൻ അല്ല, ഔവിന്റെ മുമ്പിൽ ഒരു അലിഫുണ്ടാ. ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. തുല്യപ്പെടുത്തൽ നിർബന്ധമാണ്. അതുകൊണ്ട് ഇനി കസറാക്കാൻ സാധിക്കാത്ത ആളായാലും ശരി, അവൻ ആവർത്തിക്കുമ്പോൾ എന്ത് വേണം പോലും? നാട്ടിലെത്തിയ ആളാണ്. ഇനി കസറാക്കേണ്ട യാതൊരു ഒഴിവ് കഴിവും അവനില്ല. എന്നാലും എങ്ങനെ തന്നെ യാദത്താക്കണം എന്ന വാദം. അതെ, ഇത് തുല്യപ്പെടണല്ലോ. എന്തിന്? യാദത്ത് സമപ്പെടൽ നിർബന്ധമല്ലേ? എന്തിന്? അതുകൊണ്ട് ഈ ഇവിടെ സഫറൊന്നും വേണ്ടതില്ല പോലും. മുത്തിമായും കൊണ്ടല്ല, മുഖീമായും കൊണ്ട് തന്നെ ഇവൻ ആരെ പിന്നിൽ നമസ്കരിക്കണം. യാദത്ത് വേണമെങ്കിൽ എന്ത് പറ്റൂല പോലും? പറ്റൂല. സഫറുകാരനെ പറ്റിയല്ല പറഞ്ഞത്. എത്തിയാല് മറ്റവന്റെ പറയാനേ ഇല്ല. ഇത് നാട്ടിലെത്തിയിട്ട് പോലും കസറാക്കണം എന്ന് പറഞ്ഞ അഭിപ്രായം ഇത് വൈദായത് ഏതുപോലെയാണ്? യാദത്തുൽ കുസൂഫി വേദൽ ഇഞ്ചിലായി വെഴിവിഴച്ചതായ കോലുണ്ട്. 263 അവതരിപ്പിച്ചിട്ടതാ. എല്ലാ കുസൂഫിന്റെ എല്ലാ അടയാളങ്ങളും തേഞ്ഞു മാഞ്ഞത് പോലും. എന്നിട്ട് ഇനിയും കുസൂഫ് നമസ്കരിക്കുന്നു. ഒരിക്കലും നിസ്കരിച്ചു ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇഞ്ചിലായിന്റെ മുമ്പ് കണ്ട ആവർത്തനം. അവിടെ ഒരു കോലുണ്ട്. എന്ത്? മതിന്ന്. അതെങ്ങനെ വെഴിവിഴച്ചോ അതുപോലത്തെ വെഴിവിഴച്ച കോലല്ലേ ഇത്. ഇത് മുന്തിപ്പോണ്ട പോട്ടെ. ആടാ ചെറുവാനി ഒന്ന് ശ്രദ്ധിക്ക്. ബലവ് മഹരീബൻ എന്നായിപ്പോയി. മഹരീബൻ ലവ് വേണ്ട.
ഷെർവാനിയിലുണ്ട് വലു മഗ്രിബൻ. മഗ്രിബായാലും ശരി ഏത് കോലി പിടിച്ചുകൊണ്ട് ജദീദായ കോലി പിടിച്ചാൽ അങ്ങനെ ആവർത്തിക്കാൻ നടന്ന ടൈം കിട്ടൽ കിട്ടുമോ? ആ ജദീദ് പിടിച്ചാലും മഗ്രിബിന്റെ ടൈം ആവർത്തിക്കാൻ ടൈം കിട്ടിയേക്കാം. ആ കിട്ടുമല്ലോ. പിന്നെ ഒന്നും എടുക്കേണ്ട കഥ, തൈമം ചെയ്യേണ്ട കഥ, തുണി മാറ്റേണ്ട കഥ എന്നല്ല കൂട്ടിയില്ലേ. അപ്പൊ ജദീദ് പിടിച്ചാൽ തന്നെയും എന്ത് സാധ്യമാകും? ആ കമാ ഉലിമ മിമ്മാ മർറ ഫീഹി. ഇതിന്റെ എല്ലാ കണക്കുകളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതെ, 1:422 ഒന്നാം ജുസ് അല്ല 1:421 422 പറഞ്ഞിന്. ഇവിടെ ഒരു വിഭാഗം സങ്കല്പിച്ചത് പോലും ജദീദ് പിടിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ ആദത്തിന് അവസരം കിട്ടൂല. ഇങ്ങനെ കിട്ടാണ്ടിക്കൽ ജദീദുകാരും ഖബലിയായ 2 റക്അത്തിനും ബഅദിയായ 2 റക്അത്തിനും അതുപോലെ അലക്ക് മാറ്റാനും കുളിക്കാനും പല്ല് തേക്കാനും സമയം കൊടുത്തിട്ടില്ലേ? അപ്പൊ അരമണിക്കൂറോളം കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ജദീദായ കൗല് തന്നെ പിടിച്ചാലും എവിടെ ഇയാളത്ത് വരും? 1:421 422 ഔഖാത്തു സ്വലാത്ത് പറഞ്ഞത് വായിക്കണ്ടല്ല. ആ അതിന്റെ അപ്പുറം ജുമുഅ തന്നെ ആയാലും ആവർത്തിക്കാം. ആടെ ഒന്ന് ശരിയാക്കാൻ അല്ല ഫർളി എത്തിയിട്ടില്ല, അവിടെ തിരുത്താനുണ്ട്. അതെ, നാട് മാറി, ഇനിയും ജുമുഅ കിട്ടി, ഇനിയും നമസ്കരിച്ചൂടെ? ഒരു നാട്ടിൽ ഒരു ജുമുഅ മാത്രമാണെങ്കിൽ ആവർത്തിച്ചാൽ രണ്ടാമത്തെ ആ ജുമുഅ ബാത്തിൽ മർദൂദാണ്. ആദ്യത്തേൽ ഫാൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ജുമുഅനെ ളുഹ്റായിട്ട് ആവർത്തിക്കാനും പാടില്ല. അങ്ങനെല്ലാം നിയമമുണ്ട്. ജുമുഅന്റെ നിയമം ജുമുഅന്റെ ബാബിലാണ് അത് വേണ്ട പോലെ കൊത്തിക്കോരി പറഞ്ഞത്. അവിടെ കുറച്ച് പഠിക്കാനുണ്ട്. എന്താ ഇവിടെ ഇപ്പോ മറ്റൊരു നാട്ടിലേക്ക് പോയാലും ശരി കിട്ടൂ. എന്നാല് ആവർത്തിക്കൽ എന്തുണ്ട്? സുന്നത്തുണ്ട്. ഔജാദ തഅദ്ദുദ അല്ലെങ്കിൽ ഒരു നാട്ടിൽ തന്നെ 2 ട്രിപ്പ് ഉണ്ട്. എന്നാല് അപ്പൊ പിന്നെ അവിടെ പറ്റാണ്ടുള്ളത് പറ്റാതെ അടുത്ത് ഞാൻ ആദ്യത്തെ ജുമാനെ കളിയാക്കലല്ലേ, അത് ഒന്നുകൊണ്ട് മതിയാക്കണം എന്നാണ്. ശരിയായില്ലേ? ഇതിൽ തർക്കിക്കപ്പെട്ടിട്ടുണ്ട്. എടെ അല്ല ഔജാദ അടുത്ത് മാത്രം, മറ്റടുത്ത് ആരും കളിക്കൂല. ഒരു കുട്ടിയും നാട് മാറിയെടുത്ത് ഒരു നാട്ടിൽ തന്നെ 2 ട്രിപ്പ് തഹദ്ദുദാകൽ ജായിസായിട്ട് ഒരു നാട്ടിൽ തന്നെ 2 ജുമായുണ്ട്. അപ്പോൾ ഒരു മഹല്ലത്തിൽ തന്നെ നിസ്കരിച്ച് അപ്പുറത്തുമ്പോഴേക്ക് ജുമാ തുടങ്ങുന്നത്ര പോലും അതിൽ പങ്കെടുക്കാൻ അന്തധികാരം എന്ന് പറഞ്ഞിട്ട് കുഴപ്പാക്കിയിട്ടുണ്ട്. വേറും അച്ചുമുച്ചല്ലേ അത്, അവർക്കെന്താ മുണ്ടേണ്ട അധികാരം ഉണ്ടാ? ബിമാ ഒരു വാദം കൊണ്ട് ലായസിഹോ, അത് സഹിയല്ല. എന്തെല്ലോ തോന്നിയാസം പറയുന്നു. എന്ത് പറഞ്ഞ മനസ്സിലാക്കുന്നു? ജുമാന്റെ നിയമം എങ്ങനെ? ജുമാന്റെ നിയമം ഔജാസ തഅദ്ദുദ വായിക്കി. ഖറജ ബിഹി മാ ലൗ ലം തതഅദ്ദദ് ബിഅല്ലം യകുൻ ഫിൽ ബലദി ഇല്ലാ ജുമാഅത്തുൻ വാഹിദ. അത് മടക്കേണ്ട അധികാരമേ ഇല്ല. ളുഹ്റാക്കിയിട്ടും മടക്കാൻ പാടില്ല, ജുമാ ആക്കിയിട്ടും മടക്കാൻ പാടില്ല. ഒന്നാമത്തത് സ്വഹീഹാണെന്ന് യഖീനുള്ള കാലത്തോളം നിസ്കരിച്ച ബാത്തിൽ മർദൂദാണ്. പിന്നെ ബിഖിലാഫി മാ ലം ഇസ്തമലത് അലാ ഖലലിൻ യഖ്തളി ഫസാദഹ. ഒന്നാമത്തെ ജുമാക്ക് ഖലൽ കുടുങ്ങിപ്പോയി, നടത്തി ജുമാഅത്തൻ, ഇനി നടത്താൻ ചുറ്റുപാടും ഇല്ല എങ്കിൽ ളുഹ്ർ നിസ്കരിക്കണ്ടേ? അതോ അത് പിന്നെ ഇയാദത്താ? അത് ഇയാദത്തല്ലല്ലോ, ഒറിജിനൽ ളുഹ്റല്ലേ. ഫയജിബു ഫീലുൽ ളുഹ്രി വലൈസ ബിഇയാദത്തിൻ ബിൽ മഅനൽ അല്ലദി അൽകലാമു ഫീഹി വമഹല്ലു കൗനിഹാ ലാ തുആദു ജുമാഅത്തൻ. ജുമാ ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് എപ്പോഴാണ്? ലിമഹല്ലിൻ ആഖറ വഅദ്റകൽ ജുമാഅത്ത തുഖാമു ഫീഹി. മഹല്ല് മാറിയിട്ട് ജുമാ കിട്ടിയാ വേണ്ടെന്ന് പറഞ്ഞോ? ഇല്ല. വമ്മാ കൗനുഹാ ലാ തുആദു ളുഹ്ർ എന്നെന്താ പറഞ്ഞത്? ജുമാ സഹീഹായി നടത്തി, ജുമായിൽ യാതൊരു വിശ്വാസക്കേടും ഇല്ല, ഐനുൽ യഖീൻ കൊണ്ട് ജുമാ സഹിയാണ്. അങ്ങനത്തെ ആള് പറ്റോ? എന്തിനാണ് മുത്തിനുള്ളതിനെ മുത്താലിക്ക് വെക്കുന്നുണ്ട്? ജുമാനെ ഇൻസെർട്ടാക്കലല്ലേ അത്? പറ്റൂല.
എന്ന് ഇഹ്തിയാത്തിന്റെ അടുത്ത് ആടെ പിന്നെ ഒന്നാമത്തെ ജുമാ സഹിയാണെന്ന് യഖീന് ഇല്ലല്ലോ. ഇല്ല ഇല്ല ആടെ വേണോ? ആടെ യാദത്ത് തന്നെ പറയല്. അല്ല യാദത്ത് തന്നെയല്ലേ ഇന്നത്. ഒന്നാമത്തെ സഹിയും തന്നെയല്ലേ അമ്മ വിശ്വസിക്കുന്നു. അപ്പൊ യാദത്ത് തന്നെയല്ലേ. ആടെ വേണോ? അത് ശക്തി കൂട്ടുന്നതാണ്. ഒന്നാമത്തെ ജുമ അയിനുൽ യഖീനായിട്ട് സഹിയായെങ്കിൽ പിന്നെ ഇങ്ങനെ ലൂറിന് പങ്കെടുക്കൽ. പിന്നെ ലൂറിന് നമസ്കരിച്ച ആൾ ജുമ ആവർത്തിക്കലുണ്ട്. അത് കാരണം അത് അടി വായിച്ച് കൽപ്പിക്കാം. ലൂറിന് നമസ്കരിച്ച ഒരാൾ തന്നെ എന്താക്കുന്നു? എങ്ങനെയാണ്? ചെറുവല്ലി ഇർഷാദ് നോക്ക് ജുമ കിട്ടൂല എന്ന് മനസ്സിലാക്കിയിട്ട് എന്താക്കി? പിന്നെ എന്തോ ഭാഗ്യത്തിന് എന്ത് കിട്ടിപ്പോയി. അല്ലെങ്കിൽ മേദൂരിങ്ങൾ ഒരിക്കൽ ലൂറിന് നമസ്കരിച്ച് വെയ്യ നോക്കുമ്പോഴേക്ക് ഇനിയും ലൂറിന് ജമാഅത്തുണ്ട്. എന്നാൽ ഇവിടെ എല്ലാം എന്ത് വേണം? ഇയാദത്ത് വേണം. അഫ്താബി ദാലിക ശൈഖുന സിയാബുറുമി അല്ലാതെ വലാത്ത ജൂസ് യാദത്തുൽ ജുമാഅത്തിൽ ലൂറൻ വഖദാഖ്സുഹു ലിഗൈരിൽ മേദൂരി. കണ്ടില്ലേ? അതെ മഹദൂർ അല്ലാത്തവർക്ക് ജുമാ കിട്ടേണ്ട ആള് ആദ്യം തന്നെ ലൂർ നിസ്കരിച്ചു പോലും. അല്ല ജുമാ തന്നെയല്ലേ ഓർക്കുള്ളൂ. ലൂർ നിസ്കരിച്ച സഹിയാവോ? യാദത്ത് ഉണ്ടാവില്ല. തിരിഞ്ഞില്ലേ? പിന്നെ ഈ ആവർത്തിച്ച സുന്നത്ത് നമസ്കാരം ആവർത്തിക്കണോ വേണ്ടയോ? റവാത്തി പണ്ടും പണ്ടേ ചോദ്യതാണ്. കബരിയും വയതിയും ഉള്ളതായ ഒരു നമസ്കാരം നമ്മൾ ആവർത്തിക്കുന്നു. ഇപ്പം എന്താ വേണ്ടി? ഉദാഹരണം ഒരു നമസ്കാരം കബിലും വയതിലും എന്തുണ്ട്? റവാത്തിബുണ്ട്. എന്നിട്ട് ഓനെന്താക്കി എല്ലാം നിർവഹിച്ച ആളാണ്. ദൂരൊന്നും കൂടെ റിപ്പീറ്റ് ആക്കി. എന്നാൽ റവാത്തിബ് എന്താ വേണ്ടി? വേണ്ട. അങ്ങനത്തെ അത് വൈവേചനയായ എന്നാ പറയുന്നത്. ഈടാന്ന് പറഞ്ഞാൽ ഇവൻ ഫർള് മാറ്റലോടുകൂടി ഫർള് ഇതും ആയിക്കൂടെ. അപ്പം വയത് ഇല്ലാണ്ടായി. വയത് മുൻകടന്ന ആളായി. വയതിയായ സുന്നത്ത് ആ സങ്കല്പം വെച്ചുകൊണ്ട് തീർച്ചയായും ഏത് മാറ്റണം തന്നെയാണ് ശേഷമുള്ളത്. ആദ്യത്തത് മാറ്റാൻ അധികാരമില്ല. വയതി വേണം. ഈ ഫർള് മാറ്റുമ്പോൾ അതിൻ്റെ വയത് മാറ്റണം. ഇങ്ങനെ അത് മറ്റേ ആ ന്യായം വെച്ച് ചിന്തിക്കാൻ പാടില്ല. ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരം തന്നെയല്ലേ ഇതും. അതുകൊണ്ട് ആവർത്തിക്കരുത്. അങ്ങനെ ചിലയാൾ പറഞ്ഞിട്ടുണ്ട്. ശരിയല്ല. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചാൽ ആദ്യത്തത് ഫർളും രണ്ടാമത്തത് സുന്നത്തുമാണെന്ന് പറയുന്നുണ്ടെങ്കിലും എത്രയോ കൗലുകളുണ്ട്. വയ്യ വരുന്നതാണ് ഫർള്, ആദ്യത്തത് സുന്നത്തായി മാറിയെന്ന്. ആ കണക്കെടുക്കുമ്പം ഇവൻ വയ്യാത്ത സുന്നത്ത് നമസ്കരിച്ചത് അസ്ഥാനത്തായില്ലേ. അപ്പം എന്ത് വേണം? അപ്പം കത്തുകയായ മസലം തന്നെയാണ് നടക്കണമെന്ന്. അത് ഈ ഷെർവാൻ ഇവന് കാസിമെല്ലാം വെട്ടി തിളങ്ങിയിട്ട് പറഞ്ഞിട്ടതാണ്. ഫർവിന് അപ്പുറമുണ്ട്, മേലെയുണ്ട്. ഫർവിന് ഹെൽത്ത് സന്നോ പറഞ്ഞ മനസ്സിലായില്ലേ? ആടെ യഥാർത്ഥത്തിൽ യാദത്തല്ല പോലും നടക്കുന്നത്. നമ്മൾ നേരത്തെ നമസ്കരിച്ച ഫർള് ഉൾപ്പെടെ പോയിരിക്കുന്ന ഇതാ ഫർള് എന്ന അഖീദയിലേക്ക് എത്തി. ആ കോലി പിടിച്ചാലും ഇല്ലെങ്കിലും ഇപ്പം എന്ത് വേണം? ആ കോലും കൂടെ പരിഗണിച്ചുകൊണ്ട് അപ്പൊ ഇവൻ വയതി ചെയ്യാത്ത ആളായി. ആ കോലി പിടിച്ചാൽ മാത്രമല്ല, ആ കോലി പിടിച്ചിട്ടില്ലെങ്കിലും വയതിയും അടക്കണം. പിന്നെ പള്ളിയിൽ പോയിട്ട് ജമാഅത്താക്കി വന്നിട്ട് പെണ്ണുങ്ങൾക്ക് ജമാഅത്തായി കൊടുക്കാന്ന് ഇയാദത്താക്കല അയ്യോ ഹഖീഖിയായി നിസ്കാരം കഴിഞ്ഞെങ്കിൽ കയ്യൂലല്ലോ. പിന്നെ കയ്യൂല, മഹദൂറല്ല. പിന്നെ ഒന്നാമത്തേൽ യാതൊരു ഇതും ഇല്ലല്ലോ, ഒന്നും ആക്കാൻ കഴിയില്ലല്ലോ, കയ്യൂല. പിന്നെ ഇനി ഏതാ ഉള്ളേ? ഫർളൻ യജിബു ഖളാഉഹു. ആടാ ഷെർവാനി ഒന്ന് ശരിയാക്ക്. നിങ്ങളെ ഷെർവാനിയിൽ എന്താ ഉള്ളത്? ഫർളൻ യജിബു പോരാ, ഖളാഉഹു വേണം. അതായത് കൂട്ടാൻ, ഖളാഉഹു കൂട്ടാൻ. ഇവനുണ്ടല്ലോ വേണ്ട പോലെ എന്താക്കി ഈ ആവർത്തിച്ചത് കൊണ്ട് ഇനി അടങ്ങി നിൽക്കണം പോലും. ഇതും തൽക്കാലം നമസ്കരിക്കുന്ന നമസ്കാരം ആവരുത് എന്ന് ഈ യാദത്ത് എന്ന് ഒരു വാദം മുൻകിടക്കുന്നുണ്ട്.
കളാവിട്ട് നിർബന്ധമായ ഫർദാണെങ്കിൽ ശരി. എന്ന് പറഞ്ഞാൽ ഏത് ഫർദ് ഇപ്പം ചെയ്താലും എന്ത് വേണോ, എത്രയോ സന്ദർഭത്തിൽ ഇപ്പം ചെയ്താലും വയ്യ മാറ്റണ്ടേ. അങ്ങനത്തെ രൂപത്തിലാണ് ഇവൻ ഇയാദത്താക്കിയത്. നല്ല അവസ്ഥ എത്തിയിട്ടില്ല. എന്തായാലും സലാമത്താകുന്ന നേരത്ത് ഇവൻ മാറ്റാൻ ഉത്തരവാദിയാണ്. അങ്ങനത്തെ ആക്കും എന്താക്കാം, സുന്നത്ത് തന്നെയാണ്. അത് എത്രയോ പണ്ഡിതന്മാരെ ഗണ്ണിച്ചതാണ്. നിരവധി ആൾക്കാർ എന്ത് വാദിച്ചിട്ടുണ്ട്, ഇയാദത്ത് ഇല്ല. ഇതുകൊണ്ട് തന്നെ ഫർദ് വിടുന്നില്ല. ഒറിജിനലായിട്ട് സുഖപ്പെട്ടാൽ വയ്യ മാറ്റേണ്ടി വരും. പിന്നെ എന്തിനു ഇവന് ഇടയിൽ നിന്ന് പണിയാക്കിയത്? സമയത്തിന്റെ വക്തിനെ മാനിച്ചുകൊണ്ട് നേരത്തെ ചെയ്തില്ലേ, ഇനി എന്തിനു ചെയ്യുന്നു? ഇതുകൊണ്ട് ഇവന്റെ ഖളാ വീട്ടിൽ അവസാനിക്കണം പോലെ അങ്ങനത്തതാണെങ്കിലേ ഇയാദത്ത് പറ്റുള്ളൂ എന്ന് നോട്ടീസ് ഇട്ടിട്ടുണ്ട് അസ്നൽ മതാലിബും മുഗനിയും. അതിനെ എണ്ണിക്കരുത്. ഓരെന്തിനോടാ ഖിയാസാക്കിയെന്നറിയാവോ? ഫാഹിദു തഹൂറൈനിയോട്. വെള്ളമില്ല മണ്ണുമില്ല, ഓന് ആ വക്തിനെ മാനിച്ചുകൊണ്ട് നിസ്കരിച്ച് ഓനിക്ക് സുന്നത്ത് ഇരിക്കാൻ പറ്റൂല. ഓനിക്ക് ഇയാദത്ത് പറ്റോ? ഇല്ല. കാരണം ഓന്റെ നമസ്കാരം വയ്യ വരാനുണ്ട്. അവരോട് ഖിയാസാക്കിപ്പോയി. ആരെയും അയാളെ അവർക്ക് തട്ടുത്തരം കൊടുക്കുന്നു. ഫാഹിദ് തഹൂറൈനി സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല. ഖളാ വീട്ടിൽ നിർബന്ധമായ ഒരാൾക്ക് സുന്നത്ത് നിസ്കരിക്കാൻ അധികാരമില്ലേ? ഈ ഇയാദത്ത് എന്ന് പറഞ്ഞ സുന്നത്ത് തന്നെ അല്ലേ, പിന്നെന്താ പറ്റാണ്ട്? ഒറിജിനലായ നമസ്കാരം മൂന്നാമത് വരുന്നുണ്ട്, എന്നാൽ പോലും പ്രശ്നമില്ല. അതല്ലേ ഹക്ക്. അതെ, അതേപോലെ മുഖീമാണ്, വെള്ളയിലായി തേമം ചെയ്ത് അങ്ങനെ നിസ്കരിച്ചാലും വയ്യ, നിസ്കാരം മാറ്റണ്ടേ? അങ്ങനെ നിസ്കരിച്ച് ഇപ്പൊ ഇയാദത്താക്കുമ്പോ ഇതേ സന്ദർഭം വെള്ളയില്ലാണ്ടാവും, എന്നാലും കൂടിക്കൂടെ? വളുഹിരി മഅ്ദൂരി ഫിൽ ജുമുഅത്തി എന്താണ് കമുഖീമിൻ തയമ്മമ. എന്തല്ലേ അല്ല, വളുഹുറ മഅ്ദൂരി ഫിൽ ജുമുഅത്തി അടിയും എന്താക്കാം, മഅ്ദൂറിന് എന്താക്കാം, മടക്കാം. ഔജഹി അവിടെ കയ്പാക്കിയിട്ടുണ്ട്. ളുഹറിന്റെ മേസ്തരിയല്ലേ, ഓനിക്ക് ക്ഷണിക്കുന്ന നേരത്ത് ജുമാന്റെ അറുപത് ഉണ്ടാ. പിന്നെ ഇപ്പൊ ഒരു ആവർത്തനം, ഓന്റെ റാങ്ക് കഴിഞ്ഞില്ലേ, ഓന്റെ കോള് വേറെയല്ലേ. ഖിലാഫല്ലിൽ അദ്റഈ ഫീമ, രണ്ട് വിഷയത്തിലും അദ്റഈ ഇമാമാണ് കയ്പാക്കിയത്. മുഖീമുൻ തയമ്മമ, ളുഹുറുൽ മഅ്ദൂർ. അവിടെ ഒന്നും അനങ്ങിപ്പോണ്ടാന്ന് അവർ പറഞ്ഞത്. ആദ്യത്തെ കൊണ്ട് നിർത്തണം പോലും. ഉത്തരം പറയും. എന്താണ് അദ്റഈ പറഞ്ഞു? ഒന്നാം മസലയിൽ അത് നേരെയായി വരും. അദ്റഈ പറഞ്ഞു ഒന്നാം മസല ഏതാണ്? അതെ, കമുഖീമിൻ തയമ്മമ. എപ്പോ നേരെയായി വരും? ബിമന്നിൻ നഫ്ലഹു ലഹു. ശരിയായ ഫർള് ഇപ്പം വീടിയിട്ടില്ല പോലും, പിന്നൊരു കാലത്ത് നമ്മൾ ചെയ്യും പോലും. അങ്ങനത്തെ ആക്കി ഇനിയൊന്നും സുന്നത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് പിടിക്കുകയാണെങ്കിൽ അവർ പറഞ്ഞത് ഒപ്പിക്കാം. എനിക്ക് സുന്നത്ത് കൊണ്ട് ഏർപ്പെടേണ്ട ആവശ്യമില്ല. എനിക്ക് ഒരു ഫർള് തന്നെ വരാനുണ്ട് ഒറിജിനലായിട്ട്, മുഖീമുൻ തയമ്മമക്ക്. അമ്മാ ഇദാ ഖുൽനാ ലഹുൻ നഫ്ലു, ഇനി നമ്മൾ ഹക്കായ മദ്ഹബ് എടുത്താലോ? പറ്റുന്നുള്ളേ. എന്തുകൊണ്ടാ പറ്റിയത്? എനിക്ക് റവാത്തിബ് എല്ലാം ചെയ്യാ പോലും വയ്യ. ഹക്കായ രൂപത്തിൽ ഫർള് വയ്യ ചെയ്യൂ, എന്നാലും എന്ത് ചെയ്യാൻ പറ്റാണ്ടുള്ളത് ഫാഖിദു തൗറൈനി മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് നഫ്ല് പറ്റിയത്? അതല്ലേ ഹക്കായ മദ്ഹബ്. അതാ പിടിക്കുന്നുണ്ടെങ്കിൽ ഫലാ വജ്ഹ ലിമന്നിൽ ഇയാദത്തി. അദ്റഈ പറഞ്ഞ രൂപത്തിൽ പാടില്ല എന്ന് മിണ്ടാൻ അധികാരമുണ്ടോ? ഇല്ല. ഇതിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ലിദാലിക എന്ന് പറഞ്ഞാൽ തഹ്സീലൻ തൗസിയത്തൻ ഫീ തഹ്സീലി സവാബ് എന്ന നിലക്ക് എനിക്ക് എന്ത് പറ്റും? പറ്റൂലേ? പിന്നെ അതെ, എന്താണ് ജമാഅത്ത് സുന്നത്തുള്ള എല്ലാ നമസ്കാരങ്ങളും എന്താണ്? ജമാഅത്ത് സുന്നത്തുള്ള എല്ലാ സുന്നത്ത് നമസ്കാരവും എന്താണ്? ഇയാദത്ത് സുന്നത്താണ്. അടി കളിക്കാറുണ്ടേ, കുറേ അധികം കളിക്കും. അത് നഫ്ലൻ നേരത്തെ കുറെ പറഞ്ഞു.
എല്ലായിടത്തും പോവല്ലേ അല്ല അതുകൊണ്ടൊന്നൊന്നുമില്ല. ഔനഫിലൻ തുസന്നു ഫീഹിൽ ജമാഅത്തു ആയാലും ശരി എന്താക്കാം മടക്കാം. ഫർളൻ മുഅദ്ദൻ ഫർളൻ അതം കിസ്മ തിരിഞ്ഞോണ്ടാവും ഇട്ടത്. ഇത് ഫർളല്ല, കിസ്മന്റെ തിരിഞ്ഞു മാറി, മോഡലെല്ലാം മാറും. ഫർളൻ മുഅദ്ദന്റെ വില അപ്പൊ എന്താവും? ആടാ ഇങ്ങോട്ട് വലിക്ക്, ചെറുവാനി പറഞ്ഞിട്ടതാ മോഡല് മാറി. ഫർളിൽ മാത്രമാണെന്ന് കരുതിപ്പോണ്ട, ഫർളിൽ നിന്ന് തന്നെ കുറെ ഫർള് ഒഴിവാക്കി. ഫർളിന് മാത്രമല്ല തുസന്നു ഫീഹിൽ ജമാഅത്തു ആയ സുന്നത്തിൽ എന്ത് വേണം? അതെ, ഷാഫി ഇമാമ് 2535 നസ് പറഞ്ഞിട്ടുണ്ട് പോലും, ആവർത്തിച്ചോളീൻ തുസന്നു ഫീഹിൽ ജമാഅത്തു ആകുമ്പോ റമദാന എന്താ റമദാന റമദാനിന് വേണ്ട പോലെ 11 നിസ്കരിച്ച ആളാന്ന് പോലും വെയ്യന് തഞ്ചം കിട്ടിയാൽ ഒരു മുടക്കമുണ്ടാ? ആടെ നോക്ക്, റംലി ഇമാം വാദിക്കുന്ന ലായാദത്താൻ 229 ഇടിയും നോക്ക്. അല്ല ഇടാ വിത്ര റമദാനിൽ എന്തുണ്ട് അവിടെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. റംലി ഇമാം ഘോരസമ്പൂർണമായി വാദിക്കുന്നുണ്ട്. എന്ത് വിത്ര ഒരു നിലക്ക് എന്തില്ല, ജമാഅത്ത് സുന്നത്തുള്ള നമസ്കാരം ആവർത്തിക്കാമെന്ന് പറഞ്ഞതിൽ നിന്ന് ഏതിനെ ഒഴിവാക്കണം? വിത്രിനെ ആവർത്തിക്കാൻ അധികാരമില്ല. 229 പ്രസ്താവന കിട്ടത് ചെറുവാനി വായിക്ക്. 229 വേടുക്ക് 229. അത് കണ്ടിട്ട് ആരല്ലോ സിംഗണി പാടിപ്പോയി, എന്നിട്ട് കാണിക്കുകയും ചെയ്തത് കഴിഞ്ഞ റമദാൻ തന്നെ കുഴപ്പാക്കിയും ചില ആൾ 11ന്റെ കൂടെ ഇനിയും 11 നിസ്കരിച്ച 22 ആവില്ലേ? എടുക്ക്, വലിയ ചർച്ചയാണ്. എന്താ 229 ഉള്ളിലതാന്ന് എഴുതി കൊടുത്തിട്ട് ചെറുവാനി ആ കണ്ടന്റ് എടുക്കറാ. ലം യുഈദുഹു, ഒരിക്കൽ വിത്ർ നമസ്കരിച്ചവൻ ലം യുഈദുഹു. ആടെ ഇബ്നു ഹജർ പറഞ്ഞത് ജമാഅത്ത് സുന്നത്തുണ്ടായാൽ ഒഴികെന്നാണ് ലം യുഈദുഹുന്. അങ്ങനെയല്ല ഷെർവാനി കൊടുത്തത്. എന്താ കൊടുത്തത്? എന്ന് പറഞ്ഞതിൽ നിന്ന് ഇത് ഒഴിവാക്കണം. ലം യുഈദുഹു മുത്ലഖൻ നിഹായ കൊടുക്കുന്നു. അടാ ശ്രദ്ധിക്കേണ്ടത് 263 എന്തിലേക്ക് മടക്കണം? ആടാ നമ്മ ഇഷാർത്താക്കി കൊടുക്കേണ്ടതാണ്. ഇവിടെ കണ്ട് വെച്ചുകൊണ്ട റംലി ഇമാമിന്റെ അഭിപ്രായം എന്നത് പറഞ്ഞു, മനസ്സിലായില്ലേ? ഇനി അത് മാത്രമല്ല, അതിപ്പോ ഒരു കേസ് അങ്ങനെ തീർന്നു. അത് ശരിയായ ഒരു ചർച്ച തന്നെയാണ്. വിത്തർ ബറാബറായി കഴിഞ്ഞാൽ ഇനി ആവർത്തിക്കാൻ പറ്റോ? ജമാഅത്ത് സുന്നത്തുള്ള വിത്തറായാലും പറ്റൂല. വിത്തർ ബറാബറായി എടുത്ത് ബറാബർ എന്ന് പറഞ്ഞാൽ 11ലേക്ക് എത്തിയത്. ആടെ അല്ല, ഇനിയും കളിക്കുന്നുണ്ട്, ഇനിയും കൊണ്ട് തട്ട്. വിത്തറിൽ നിന്ന് 1 നമസ്കരിച്ചിട്ടുള്ളൂ, ഇനി 10 പറ്റോ? 3 നമസ്കരിച്ച് ഇനി 8 പറ്റോ? ഇരട്ട കൊണ്ട് അവസാനിക്കൂലേ? 5 നമസ്കരിച്ച് ഇനി 6 പറ്റോ? ഏറ്റുമുട്ടിയിട്ടുണ്ട്. ആ ചർച്ച നോക്കേണ്ടത് ചെറുവാനി 2226 2226 വൈക്ക് അതിന് മുമ്പേ തുടങ്ങണം. വാഹിദത്തൻ മിൻഹാദിഹിൽ മറാത്തിബ് 225 അവസാനം നോക്ക് ചെറുവാനി. എന്താണ് അതിന് തീർന്ന് നമുക്കതിനകത്ത് സിയാദത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ശിഹാബ് റംലി പറഞ്ഞിട്ടുണ്ട് പോലും. ബൈക്ക് പറ്റൂല, ഒറ്റ കൊണ്ട് തീർന്നു, അന്നത്തെ കോള് തീർന്നു പോലെ. ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല. ഇനിയും ബൈക്ക് എന്ന് ഫിഷറഹി തുഹഫയിൽ തന്നെ വരുന്നുണ്ട് പോലെ. കന്നിഹായ കുറഞ്ഞ റക്കാത്ത് ചെയ്തു പോയാൽ എന്താക്കാൻ കഴിയില്ല,
പറ്റൂല 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 തുറന്ന് പറയുന്നുണ്ട് പോലും ആര് നിഹായ വയത്തി വരുന്നുണ്ട് ഫിഷറഹി എന്ന് പറഞ്ഞാൽ തൊയ്ഫയിൽ തന്നെ വരുന്നുണ്ട്. ഏത് സ്ഥലത്ത്? ഫൈൻ ഔത്തറ സുമ്മ തഹജ്ജദ എന്ന സ്ഥലത്ത് അതിന്റെ ചെറഹിൽ നിഹായിലും വരുന്നുണ്ട്, മുഹനിയിലും വരുന്നുണ്ട്. ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നെങ്കിൽ ഒന്ന്, ഇന്നത്തെ തീർന്ന്. അതുകൊണ്ട് ഫമസ്തഖറബഹു അസ് അലി ഷബ്ര മൽസി ശരി വെച്ചതായ ഒന്ന് എന്ത് നസുഹു ഫർവുൻ ലൗ സല്ല വാഹിദത്തൻ ബിനിയത്തിൽ വിത്രി ഹസലൽ വിത്രു വലാ യജൂസു ബഅദഹ അൻ യഫഅല ശൈഅൻ ബിനിയത്തിൽ വിത്രി ലിഹുസൂലിഹി വസുഖൂതിഹി ഫൈൻ ഫഅല അംദൻ ലം തനഖിദ് വഇല്ലാ ഇൻ ഖദത് നഫല മുത്ലഖൻ وكذا لو صلى ثلاثا بنية الوتر وسلم كذا نقل محمد الرملي شيخنا الرملي പറഞ്ഞതാണ്. പക്ഷേ വറൈതു ശൈഖന ഹദ് അഫ്താ ബിഖിലാഫി ദാലിക. ഇബ്നു ഹജർ ഇങ്ങനല്ലല്ലോ പറഞ്ഞത്, പറ്റും. എന്നിട്ട് ഫഖാല ഇബ്നു ഹജർ എന്താ പറഞ്ഞത്? ഫഖാല ഇദാ സല്ല റകഅത മിനൽ വിത്രി ഔ സലാസതൻ മസലൻ ജാസ ലഹു അൻ യഫഅല ബാഖിയഹു അഖൂലു അലി ഷബ്ര മൽസി അഖൂലു വൽ അഖറബു മാ ഖാലഹു ഹജ്ജ് പറഞ്ഞതാണ് സത്യം എന്ന് അലി ഷബ്ര മൽസി പറഞ്ഞത് ലഈഫുൻ മുഖാലിഫുൻ എന്ന് ശർവാനി ഇമാം ലിമത്തഫഖ അലൈഹി അശ്റൂഹു സലാസ. തുഹഫയും നിഹായും മുഗ്നിയും ഏകോപിച്ച മസലക്ക് എതിരാണ് ആരെ സപ്പോർട്ട്? അലി ഷബ്ര മൽസി സപ്പോർട്ട് ചെയ്തത് ആർക്ക് അനുകൂലമായിട്ട്? അതിന് ബായിക്ക് ഉരുളക്കുപ്പേരിയായിട്ട് മറുപടി ഇപ്പുറം വരുന്നുണ്ട്. 2226 അപകട മേഖലയാണ്. ഇതെല്ലായിടത്തുനിന്നും ഫോണ് എത്ര വന്നെന്ന് അതെല്ലാം പേജ് അന്നേരം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലായില്ലേ? ഏത് കാരണം വെച്ചിട്ട്? മൂന്നിലും അങ്ങനെ അല്ലല്ലോ. തർശീ ചോദിക്കുന്ന ഏത് മൂന്നിലാ ഉള്ളത് ഈ മസാല ഒന്ന് കാണിക്കാൻ പറ്റുമോ? അത് ഞാൻ എടുക്കുന്നുണ്ട്. 300 തർശീ 91 എന്താന്നാ വിത്രിൽ യാദത്തില്ല എന്നാന്ന് പോലും ഫിക്കിയിൽ ഇബാർത്തിട്ടണ്. 3 നമസ്കരിച്ചിട്ട് ഇനി 8 നമസ്കരിക്കുമ്പോൾ അതിന് യാദത്തുന്ന പേര് തക്മീലത്തുന്ന. പിന്നെന്ത് യാദത്തപ്പ 11 പൂർത്തിയായടുത്തല്ലേ? 11 പൂർത്തിയായടുത്ത് കൗലാനിയുള്ള തന്നെ. അതിൽ റംലിയോ ഇബ്നു ഹജർ ഫൈറ്റിംഗ് ഉണ്ട്. ഇവിടെ എങ്ങനെ ഫൈറ്റ് ചേർത്ത്? എന്തേ ഇല്ല, തത്മീമല്ലേ. ഏറി വന്നാൽ ഇരട്ട കൊണ്ട് അവസാനിക്കൂല, അല്ല ഇരട്ട കൊണ്ട് അവസാനിപ്പിക്കൽ വരും. ഇതല്ലേ വരും. 11 മറികടക്കൽ വരുന്നുണ്ടാ. അതുകൊണ്ട് ആ ജാതിയെ അല്ല ഇത് മുണ്ടിപ്പോണ്ടെന്ന് പറയും. ചർച്ചി വായിക്ക് ഉത്തരം കൊടുത്തു കളഞ്ഞു. എന്താ ഉണ്ട് അത് ലൈഫാണെന്ന് പറഞ്ഞതിന് വേണ്ടി ഷോക്കായതല്ലേ പറയും. ഇന്നത്തെ കഴിഞ്ഞെന്നെങ്ങനെ പറയല്? കാരണം നിങ്ങൾ എന്ത് തെളിവ് വെച്ചിട്ടാ ലാ വിത്രാനി ഫീലയിലെത്തിന്നാണ്. ഇത് ഇത്തുമാമല്ലാണ്ട് ഇത് യാദത്ത് വരുന്നത് എന്തേ വരുന്നുള്ളൂ ഇവിടെ. പക്ഷെ എന്താ ഇബ്നു ഹജർ ഉത്തരവും പറഞ്ഞു ഒറ്റ കൊണ്ട് അവസാനിപ്പിക്കൽ സുന്നത്ത്. അതോടെ വായു കൊണ്ടല്ല. 91 92 നോക്കണേ. തർശീ 91 92 ഞാൻ വായിക്കും. ഇബ്നു ഹജർ ലൈതമി ശറഹുൽ ബാബിൽ പറഞ്ഞു ഈ മസല ഞങ്ങളോടൊന്നും ബന്ധപ്പെടുത്താൻ പാടില്ല, ഇവിടെ പറ്റും തന്നെയാണ്, മുണ്ടിപ്പോണ്ടാന്ന്. ഞങ്ങൾ നേരത്തെ ചർച്ച ചെയ്ത പോലത്തെ ചർച്ചയല്ല ഇത്, ഇവിടെ പറ്റും എന്നാണ്. കണ്ടാ നസ്റുല്ലാഹില അതിലുണ്ട്. അലി ഷബ്ര മൽസിയും പറഞ്ഞില്ലേ പറ്റും. വക്കരി ഇമാം അമൂദി ഫതാവൽ കുബ്രയിലുണ്ട് 155 ഈ മസാല 155 91 എന്താ ഇതാ ഉണർത്തുന്നു നോക്കണേ. ഇതാത്താ വിഷയും മിൻഹു ഒരുത്തൻ വിത്തർ കൊണ്ടുവന്നു കസലാസിൻ ജാസലഹു യുക്കമിലഹു എന്താണ്? അപ്പൊ ഇതനുസരിച്ച് ഇനി 8 കൂടി കൊണ്ടുവരണം എന്ന് ഇബ്നു ഹജർ ലൈതമി ഫതാവയിൽ തെളിയിച്ചു. ശറഹുൽ ബാബിലും തെളിയിച്ചു. മുഹമ്മദ് റംലിയും അവരുടെ വാലിദും തടസ്സപ്പെടുത്തി. വസ്തൗജഹ കലാമ ഹജ് ഫീ നശ്റുൽ അലാം. നശ്റുൽ അലാമിൽ പറഞ്ഞു ഇബ്നു ഹജർ പറഞ്ഞത് സത്യം, പറ്റും. അലി ഷബ്ര മൽസി പറഞ്ഞ അന്നഹുൽ അഖ്റബ്, ഇന്നഹുൽ അഖ്റബ് ആര് പറഞ്ഞതാ സത്യം? പറഞ്ഞത്. വനാസ ഫീ ഖൗലി റംലി വിത്ർ തീർന്നില്ലേ എന്നെ സുഖൂത്ത തലവിൽ ആയത്തീ മന്നൽ ബഖിയത്തി ആയതായി എന്നല്ലാണ്ട് വിത്ര എങ്ങനെ തീരലി?
ഇത്ര 11 ആയല്ലേ തീരല്. പിന്നെ തീർന്നല്ലേ, ഇനി എങ്ങനെ ചെയ്യല്, ഇനി എങ്ങനെ ആവർത്തിക്കൽ, ഇങ്ങനെ തീരല്. 1 എന്ന് പറഞ്ഞത് 3 എന്ന് പറഞ്ഞത് അന്തിമമായ ഇത്ര ഇല്ല. അവിടെ എന്തേ വരുന്നുള്ളൂ, ഒറ്റ കൊണ്ട് അവസാനിച്ചില്ല എന്നല്ലേ. വയത്തമദുൽ ബക്കിനി വൽ അമൂദി. ഇനി വലം അറഫി തുഹഫ മാ യുഖാലിഫു ദാലിക. തുഹഫയിൽ പറഞ്ഞതിന് വിരുദ്ധമാണ്, അതുകൊണ്ട് ഇത് ദഈഫാണെന്ന് ശർവാനി പറഞ്ഞില്ലേ. തുഹഫയിൽ എവിടെയാണ് വിരുദ്ധം വന്നത്? അബ്ദുൽ ഹമീദ് ശർവാനി ഈ പറഞ്ഞത് മുവാഫിഖത്തുൽ നിഹായ വൽ മുഗ്നി ഫീ മൻഇ ദാലിക. തുഹഫക്കും മുഗ്നിക്കും നിഹായക്കും എതിരാണെന്ന് പറഞ്ഞിട്ടല്ലേ ദഈഫാക്കിയത്. എവിടെയാണ് എതിരായത് കാണിക്കാൻ പറ്റുമോ? വാന്ന മസ്തഖറബഹു അസ് ദഈഫ്. അലീസ് ഇബ്രാഹിം അൽസി ശരിവെച്ചത് ദഈഫാണ് എന്ന് അബ്ദുൽ ഹമീദ് ശർവാനി പറഞ്ഞില്ലേ. അത് ദഈഫ് മുഖാലിഫുൻ ലിതുഹഫത്തി അയ്ളൻ വഹ്മുൻ അജീബുൻ വഫഹ്മുൻ ഗരീബുൻ. തർസീഹ് തിരിഞ്ഞില്ലേ? തൂഫയുടെ ഏത് ഭാഗത്ത് കണ്ടിട്ടാണ് ശർവാനി മാം അങ്ങനെ പറഞ്ഞത്? അതാ തെറ്റിദ്ധരിച്ചു. രണ്ട് പ്രാവശ്യം ഇത്രയില്ലല്ലോ എന്ന് കണ്ടിട്ട് തെറ്റിദ്ധരിച്ചതാണ്. നോക്കുമ്പോഴേക്ക് ഇത് തക്മീലാണ് എന്നുള്ള യാഥാർത്ഥ്യം നോക്കുന്നില്ല. ശരിയായില്ലേ? അല്ല വലിയ വലിയ ചർച്ചകളാണ്.